ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ നാട്ടിൽ ഈ ചികിത്സ എന്ന് പറയുന്നത് രോഗത്തെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അങ്ങനെ നടക്കുന്നത്. ഏതാണ് രോഗം, അതിന് പറ്റിയ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ചികിത്സ പലപ്പോഴും ഫലപ്രദമാകാറില്ല പല രോഗികളിലും. ഇപ്പം നമുക്കറിയാം, പല രോഗികളും ആശുപത്രി കയറി കഴിഞ്ഞാൽ രോഗം മാറില്ല എന്ന് മാത്രമല്ല, ഒരുപാട് സങ്കീർണതകളിലേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യാറില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ ഈ ഒരു രോഗി എന്ന് പറയുമ്പോൾ ആ രോഗിയെ ശരീരം മാത്രമല്ല, അതിനകത്തൊരു മനസ്സുണ്ട്. ഈ മനസ്സിനകത്ത് കുറേ ചിന്തകളുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആയുർവേദത്തിലെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് അഷ്ടാംഗഹൃദയമാണ്. ഇപ്പോൾ ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് അതാണ് അഷ്ടാംഗഹൃദയം. ഇതിൽ ഈ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാനസിക രോഗങ്ങൾ വരാതിരിക്കാൻ ധൈര്യ ആത്മാതി വിജ്ഞാനം മനോദോഷ ഔഷധം എന്ന് പറയുന്നത്. ധൈര്യം, നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങൾ പറയുന്നത്. മറ്റ് ഈ ശാരീരിക രോഗങ്ങളിൽ ഒന്നും ഇല്ലാത്ത വ്യക്തിക്ക് സ്വസ്ഥൻ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. സ്വസ്ഥൻ. പ്രസന്ന ആത്മേന്ദ്രിയ മനോഹ സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് പറയുന്നത്. പ്രസന്നമായ ആത്മാവ്, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതൊക്കെയുള്ള ആളാണ് സ്വസ്ഥൻ. അപ്പോൾ രോഗം വരാതിരിക്കാൻ ഈ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഈ ആധുനിക പഠനങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നത്, ഒരാളുടെ മനസ്സിൽ ഭയം, ഉത്കണ്ഠ, നിരാശ എന്നീ നെഗറ്റീവ് വികാരങ്ങൾ നിറയുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകളുടെ നില ഉയരും. രക്തത്തിൽ നമുക്ക് പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണ്. ഇത് പലരിലും പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങളടക്കം ഉണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ സന്ധിവാത രോഗങ്ങൾ, ആസ്തമ, ഇതിലൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഈ രസകരമായൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വ്യക്തികളിൽ രോഗം ഇന്നതാണ് എന്ന് അവരറിയുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതറിയുന്ന അന്ന് മുതലാണ് സംഗതി ആ കൈവിട്ടു പോകുന്നത്. അതാണ് ഏറ്റവും നല്ല ഉദാഹരണം ക്യാൻസറാണ്. ക്യാൻസറാണ് എന്നറിയുന്നത് വരെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക്. പക്ഷേ ഇതാണ് എന്ന് ഡോക്ടർ പറയുന്നതോടുകൂടി ഇവരുടെ മനസ്സിലാകെ തകരും. നിരാശ വരും, ഭയം വരും, ഉത്കണ്ഠ വരും. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ക്യാൻസർ കൊണ്ടാരും മരിക്കില്ല, സങ്കീർണതകൾ ഉണ്ടാവില്ല. ഈ ഭയമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിൽ ഈ ഉത്കണ്ഠ, ഭയം, നിരാശ എന്നീ വികാരങ്ങൾ നിറയുമ്പോൾ രക്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ഹോർമോണുകളുടെ നില വരും. ഈ സമയത്ത് ഇവർക്ക് എന്ത് ചികിത്സ കൊടുത്താലും ആ ചികിത്സ ഫലപ്രദമാവില്ല. എന്തൊക്കെ മരുന്ന് കഴിച്ചാലും അത് ഫലപ്രദമാവില്ല ശരീരത്തിൽ. അത്തരം അവസരങ്ങളിലാണ് നമ്മൾ പത്രങ്ങളിൽ, വാർത്തകളിൽ വായിക്കാറുണ്ട്, രോഗിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. ഇതാണ് ഒരു കാര്യം. ഈ നെഗറ്റീവ് ഹോർമോണുകളിലാണ് കാര്യം. അപ്പോൾ അത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ. അപ്പോൾ ആയുർവേദത്തിലെ വ്യക്തമായി പറയുന്നുണ്ട്, ചണ്ഡം ശോകാതുരം ഭീരം. ഈ ശോകാതുരൻ, ഭീരുക്കൾ, ഇത്തരം രോഗികളിൽ രോഗം വരാനുള്ള സാധ്യത കുറവാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് നമ്മൾ ഈ നെഗറ്റീവ് ഹോർമോണുകളുടെ നില ഉയരുന്നതിനുള്ള ആധുനിക ശാസ്ത്ര രീതിയിലുള്ള പഠനത്തിലൂടെ പറയുന്നത്. അപ്പം നമ്മളിവിടെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രോഗം എന്ന് പറയുന്നത് ഈ രോഗത്തിനാകരുത്, രോഗവുമായി വരുന്ന വ്യക്തിക്കാണ്. അപ്പോൾ വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ശരീരം മാത്രമല്ല, അതിനകത്തൊരു മനസ്സുണ്ട്, മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. ആ ചിന്തകൾ നല്ലതല്ലാതാകുമ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ രസതന്ത്രത്തെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, രോഗം ഏതായിക്കോട്ടെ, ഇത് സാരമില്ല, ഇത് മാറാനുള്ളതേ ഉള്ളൂ എന്നൊരു വാക്കെങ്കിലും നമ്മൾ രോഗികളോട് പറയണം. ആദ്യമായിട്ട് നമ്മൾ എന്ത് രോഗിയോട് ചർച്ച ആരംഭിക്കുന്നതിന് പോസിറ്റീവായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ രോഗിക്ക് കൊടുക്കുന്ന ചികിത്സ പൂർണ്ണമായിട്ട് ഫലപ്രദമാകും. ഇവിടെ നമ്മൾ ഇതിൻ്റെ ശാസ്ത്രത്തിൽ നമ്മൾ ഈ രസതന്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മൾ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് പലപ്പോഴും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ധാരാളം കേൾക്കാറുണ്ട്. നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ രോഗം മാറി, അല്ലെങ്കിൽ പൂജ ചെയ്തപ്പോൾ രോഗം മാറി, വഴിപാട് കഴിച്ചപ്പോൾ രോഗം മാറി, ഒരുപാട് കേൾക്കാറുണ്ട് അങ്ങനെ. അപ്പം ധ്യാന കേന്ദ്രത്തിൽ ഒരാൾ കുറച്ച് ദിവസം താമസിക്കുമ്പോൾ ഇയാൾക്ക് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം 24 മണിക്കൂറും ദൈവവചനങ്ങളാണ്. പൂന്താനത്തിൻ്റെ വാതരോഗം മാറിയ കഥ വളരെ പ്രസിദ്ധമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളോ നെഗറ്റീവ് വികാരങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അവിടെ പോസിറ്റീവ് ഹോർമോണുകൾ മാത്രമാണ് ഉണ്ടാകുക. അവിടെ ചികിത്സ
ചെയ്യുന്നില്ലെങ്കിൽ പോലും രോഗം മാറും. ഇതാണ് അത്ഭുത രോഗശാന്തിയുടെ പിന്നിലുള്ള രസതന്ത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള ഏത് രോഗങ്ങളിലും രോഗിയോട് പോസിറ്റീവ് അപ്രോച്ച് എടുക്കണം. ഇത് രോഗം മാറും. രോഗിയുടെ മനസ്സിലെ ഉത്കണ്ഠ, ഭയം, നിരാശ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം. അതിനാണ് ചികിത്സയോടൊപ്പം മനഃശാസ്ത്ര സമീപനം കൂടെ ആവശ്യമാണ് എന്ന് പറയുന്നത്.